നിന്നുള്ള വാർത്തയിലേക്കാണ്. ചികിത്സാ ആവശ്യാർത്ഥം യുഎസിലേക്ക് തിരിക്കുന്ന കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന് പകരം ആർക്കും ചുമതലയില്ലെന്ന വാർത്തയാണ് വരുന്നത്. ചികിത്സാ സമയത്തും കെ സുധാകരൻ അധ്യക്ഷനായി തുടരും. അമേരിക്കയിൽ നിന്നും പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നും സുധാകരൻ നിർവാഹക സമിതി യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ നേതൃത്വത്തെ വിമർശിച്ച് വി.എം. സുധീരനും കെ.സി. ജോസഫും നേരത്തെ രംഗത്തെത്തിയിരുന്നു. റോഷിപാലുണ്ട് ഇന്ദിരാഭവനിൽ നിന്നും വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ കെ സുധാകരൻ തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുണ്ട്, ഒപ്പം പ്രചാരണ ജാഥയുണ്ട്. ഇതിനെല്ലാം ഒരു ഏകോപനത്തിനായി മറ്റാർക്കെങ്കിലും ചുമതല നൽകണമെന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സുധാകരൻ തന്നെ നയിക്കട്ടെ എന്ന് തന്നെയാണോ തീരുമാനം? വിനീത, KPCC അധ്യക്ഷൻ നാളെ വൈകിട്ടാണ് അമേരിക്കയിലേക്ക് ചികിത്സക്കായി പോകുന്നത്. ജനുവരി 16-നാണ് തിരിച്ചെത്തുക. ഇത്രയും ദിവസം KPCC അധ്യക്ഷ പദവിയിൽ മറ്റാർക്കും ചുമതല നൽകേണ്ടതില്ലെന്ന തീരുമാനം കെ സുധാകരൻ തന്നെയാണ് എടുത്തത്. മുതിർന്ന നേതാക്കളടക്കം അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ യോഗത്തിൽ പരസ്യമായി അത്തരം അഭിപ്രായങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഉയർത്തിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 ദിവസം കൊണ്ട് താൻ തിരിച്ചെത്തുമെന്നായിരുന്നു ആദ്യം KPCC അധ്യക്ഷൻ പറഞ്ഞത്. പക്ഷേ 16-ന് തിരിച്ചെത്തുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അമേരിക്കയിൽ മയോ ക്ലിനിക്കിൽ രോഗവുമായി ബന്ധപ്പെട്ട പരിശോധന കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ദിവസം അവിടെ തുടരണമോ എന്ന് വ്യക്തമാവുകയുള്ളൂ. മാത്രവുമല്ല, ഈ മാസം ജനുവരി 21-ന് KPCCയുടെ രാഷ്ട്രീയ പ്രചാരണ ജാഥയും തീരുമാനിച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്ന രീതിയിലാണ് സമരാഗ്നി എന്ന പേരിൽ രാഷ്ട്രീയ പ്രചാരണ ജാഥ KPCC തീരുമാനിച്ചത്. KPCC അധ്യക്ഷൻ കെ സുധാകരനാണ് ജാഥ നയിക്കുന്നത്. മാത്രവുമല്ല, സമാപനത്തിന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാഹുൽ ഗാന്ധിയും എത്തുന്നുണ്ട്. ഈ തരത്തിൽ ഒരു യാത്ര ഉൾപ്പെടെ ഏകോപിപ്പിക്കാൻ തനിക്ക് അമേരിക്കയിൽ നിന്നുകൊണ്ട് കഴിയുമെന്നാണ് KPCC അധ്യക്ഷൻ യോഗത്തെ അറിയിച്ചത്. മാത്രവുമല്ല, ചുമതലയുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും പ്രവർത്തനങ്ങൾ നടത്തും. അവർ ചുമതലപ്പെട്ട പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിക്കും. താൻ അമേരിക്കയിൽ നിന്ന് തനിക്ക് ബൂത്ത് പ്രസിഡന്റുമാരെ വരെ ആവശ്യമെങ്കിൽ അവരുമായി ആശയവിനിമയം നടത്താനുള്ള സാങ്കേതിക സംവിധാനം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് KPCC അധ്യക്ഷൻ യോഗത്തെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ചുമതല നൽകുന്ന കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം KPCC യോഗത്തിൽ ഉണ്ടായില്ല. ചുമതലയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. പക്ഷേ റോഷിപാൽ, യോഗത്തിൽ രൂക്ഷമായ വിമർശനമാണ് വി.എം. സുധീരനും കെ.സി. ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കൾ KPCC നേതൃത്വത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് പ്രധാനമായും ഉയർന്ന വിമർശനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീത, ഇന്ന് KPCC യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ നേരിട്ട് കണ്ട് എ ഗ്രൂപ്പിന്റെ നേതാക്കളായ ബെന്നി ബെഹനാൻ, കെ.സി. ജോസഫ് എന്നിവർ പരാതി അറിയിച്ചിരുന്നു. തങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി ഏകപക്ഷീയമായി KPCC നേതൃത്വം തീരുമാനമെടുക്കുന്നു. മണ്ഡലം പുനഃസംഘടനയിൽ അഭിപ്രായങ്ങൾ കേട്ടില്ല എന്നടക്കമുള്ള പരാതികൾ അവർ നൽകി. അതിനുശേഷം യോഗത്തിലും കെ.സി. ജോസഫ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ആദ്യം നേതൃത്വത്തെ വിമർശിച്ച് രംഗത്തെത്തിയത് മുൻ KPCC അധ്യക്ഷൻ വി.എം. സുധീരനാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി KPCCയുടെ പ്രധാന പരിപാടികളിലോ യോഗത്തിലോ വി.എം. സുധീരൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ വന്നപ്പോൾ അദ്ദേഹം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ മുതൽ ചൂണ്ടിക്കാണിച്ച് രൂക്ഷമായ വിമർശനം നേതൃത്വത്തിനെതിരെ നടത്തി. കഴിഞ്ഞ കുറച്ചു കാലമായി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. കൂടിയാലോചന നടക്കുന്നില്ല. താൻ ഉന്നയിച്ച പരാതികൾ AICC പോലും അത് പരിഗണിച്ചില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് വിട്ടുനിന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് KPCCയുടെ എല്ലാ പരിപാടികളിലും തൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് വി.എം. സുധീരൻ പറഞ്ഞു. അതിനിടയിലാണ് ദീപാദാസ് മുൻഷി ഇനി അങ്ങോട്ട് യോഗത്തിൽ വിവാദമാകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയാകുമെന്ന് കണ്ടാണ് അത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് KPCC യോഗത്തിന് ദീപാദാസ് മുൻഷി നൽകിയത്. മാത്രവുമല്ല, പരസ്യമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന നിർദ്ദേശവും മുന്നറിയിപ്പും ദീപാദാസ് മുൻഷി നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന കാര്യം KPCC യോഗത്തിൽ ചർച്ചയായില്ല. AICC ഇക്കാര്യത്തിൽ കൃത്യമായി തീരുമാനമെടുക്കും. AICC കൃത്യമായി ഈ വിഷയത്തിൽ തീരുമാനമുണ്ട് എന്നാണ് ദീപാദാസ് മുൻഷി യോഗത്തെ അറിയിച്ചത്. ഏതായാലും രാഷ്ട്രീയ പ്രചാരണ ജാഥ നടത്തി പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കാനുള്ള തീരുമാനമാണ് ഇന്നത്തെ KPCC നിർവാഹക സമിതി യോഗത്തിലുണ്ടായത്. മുഴുവൻ ജില്ലാ പ്രസിഡന്റുമാരും DCC അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുത്തു. ഒപ്പം KPCC ഭാരവാഹികളും ഓരോ പാർലമെന്റ് മണ്ഡലത്തിന് ചുമതലയുള്ള നേതാക്കളും പങ്കെടുത്തു. അവർ അവിടെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. വിനീത.